വിശദമായ വാർത്തകളിലേക്കാണ്. വോട്ട് ചോരി ആരോപണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വോട്ട് ചോരി ആരോപണം ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. ആരോപണത്തിൽ രാഹുൽ ഗാന്ധി 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകണമെന്നും അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരി ആരോപണത്തിന് ശേഷം ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി നൽകിയത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. വോട്ടുകൊള്ള എന്ന പേരിൽ കള്ളക്കഥ പ്രചരിപ്പിച്ചു. വ്യാജ ആരോപണങ്ങളിൽ ഭയക്കില്ല. വോട്ടർമാരുടെ അനുവാദമില്ലാതെ ഫോട്ടോ കാണിച്ചു. വോട്ട് ചോരി എന്ന പദം അനുചിതം. തോക്കു ചൂണ്ടി വിരട്ടാൻ നോക്കേണ്ട എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. वोट चोरी जैसे गलत शब्दों का इस्तेमाल करके जनता को गुमराह करने का असफल प्रयास किया जाए तो यह भारत के संविधान का अपमान नहीं तो और क्या है। जहां तक कि मशीन रीडेबल मतदाता सूची का सवाल है, वोटर प्राइवेसी कैन बी ब्रीच्ड। इतनी पारदर्शी प्रक्रिया में क्या कोई भी मतदाता वोट की चोरी कर सकता है? ബീഹാറിലെ SIR നടപടിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തത വരുത്തി. SIR എന്നാൽ വോട്ട് ശുദ്ധീകരിക്കലാണ്. BLOമാരുടെ സഹായത്തോടെയാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. ഒഴിവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ പരാതി നൽകാം. അതിന് 15 ദിവസത്തെ സമയമുണ്ട്. ബീഹാറിൽ ഇതിനു മുമ്പും SIR നടപ്പാക്കിയിട്ടുണ്ടെന്നും കമ്മീഷണർ വ്യക്തമാക്കി. सभी स्टेक होल्डर्स बिहार के SIR को पूर्ण रूप से सफल बनाने के लिए कटिबद्ध हैं, प्रयत्न कर रहे हैं और कठिन परिश्रम कर रहे हैं। जब बिहार के 7 करोड़ से भी अधिक मतदाता चुनाव आयोग के साथ खड़े हैं तो न तो चुनाव आयोग की साख पर कोई प्रश्न चिन्ह खड़ा हो सकता है और न ही मतदाताओं की साख पर. ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും SIR സംവിധാനം കൊണ്ടുവരുമെന്നും അത് ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.